തുലാമാസത്തിനാണല്ലോ ഇടി വല്ലാതെ പൊട്ടുക. കഴിഞ്ഞ മഴക്കാലത്ത് നമ്മളവിടെ ഭയങ്കര ഇടി. ഒരു ദിവസം വൈകുന്നേരം ഞാനില്ല, ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ഇടിയൊക്കെ ഒന്ന് ശമിച്ച് മഴയൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞ്, എന്നാൽ ആരും പുറത്തിറങ്ങിയില്ല. ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഹോട്ടലിലൊക്കെ ആളുകൾ ഇങ്ങനെ വേടി കയ്യും കെട്ടി നിൽക്കുക. എന്താടോ എമ്മാതിരി ഇടിയായി നിജ എവിടെ? ഞാൻ മനസ്സിലായി അന്നാജി കഴിച്ചില്ലായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ജാതി ഒരു ടീപ്പോയിനേക്കാളും കുറച്ചുകൂടി ഉണ്ട്, ഒരു പഴയ മരത്തിൻ്റെ മേശ ഉണ്ട്. ഇപ്പോൾ എവിടെയും ഇല്ലാത്തതാണ്. എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അയിമ കയറി ചോറ്റും കുടുക്ക വാറ്റി കുത്തിയ മാതിരി ഒക്കെ കൂടി കുത്തിരിക്കണ്. ഞാൻ പറയും, പണ്ടൊരാൾ പറഞ്ഞു 5-8 കോണ അയലമ്മ കിടക്കണം, അച്ഛൻ കൊടുക്കാതെ കിടക്കണ്. ഇഷ്ടംപോലെ കസാലയും അതേപോലെ തന്നെ ഈ കട്ടിലും ഒക്കെ എൻ്റെ പോലെ ഇതൊക്കെ കൂടി അയിമ കയറി കുത്തിരിക്കണ്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്താണ് അത്ര ഇടി ഒട്ടാണ്ടിക്കാൻ മരത്തുമ്മ കയറി കുത്തിരുന്നാൽ മതി. മരിക്കരുത് എന്നാ ഉമർ അല്ലാഹുവിനോട് ചോദിച്ച, അല്ലാഹുമ്മർസുഖ്നി അഷ്ഹഹാദത ഫീ സബീലിക് വഫീ ബിലാദി റസൂലിക് വഫീ മസ്ജിദി റസൂലിക്. അല്ലാഹുവേ ഉർസുഖ്നി, നീ എനിക്ക് നൽകണം. നൽകിയില്ല ഇതുവരെ. ബദർ കിട്ടിയില്ല, ഉഹുദിൽ കിട്ടിയില്ല, ഖന്തക്കിൽ കിട്ടിയില്ല. എത്ര കാലമായി ഈ പ്രവാചകന്റെ കൂടെ, എത്ര യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്ത്, എൻ്റെ എത്ര കൂട്ടുകാർ അല്ലാഹുവേ രക്തസാക്ഷിയായി നിന്നിലേക്ക് പറന്നു വന്നു. ഉമറിന് തന്നില്ലല്ലോ, കിട്ടിയേ പറ്റൂ. എനിക്ക് രക്തസാക്ഷിത്വം കിട്ടണം. അത് എവിടുന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഫീ ബിലാദി റസൂലിക്, നിന്റെ പ്രവാചകന്റെ ആഗമനം കൊണ്ട് അനുഗ്രഹീതമായ മദീനയിൽ വെച്ച് പോരാ. വഫീ മസ്ജിദി റസൂലിക് മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കിട്ടണം. കിട്ടിയില്ലേ? ചോദിച്ചു വാങ്ങിയതാ. ഞാൻ അത് പറഞ്ഞതിനറിയോ? ആ മനുഷ്യൻ 10 സെക്കൻഡ് ഒഴിവുണ്ടായപ്പോൾ ചോദിക്കുക, മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ. അള്ളാഹിനോടുള്ള കടപ്പാടിൻ്റെ അവസ്ഥ എന്താ സഹോദരന്മാരെ? അള്ളാഹുവിനോടുള്ള ബാധ്യത, റസൂലിനോടുള്ള ബാധ്യത, ഖുർആനിനോടുള്ള ബാധ്യത, ഇങ്ങനെ തുടങ്ങി സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ബാധ്യത സ്വയം നിർവഹിക്കുന്നതിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ശക്തമായ ശ്രമം മഹല്ലിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ശ്രമം നടക്കുമ്പോഴോ നമ്മൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ അത് വിജയിപ്പിക്കാൻ ഉണ്ടാവേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ജീവിതത്തിൽ നമ്മൾ മുസ്ലിം ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഞങ്ങൾ രണ്ടാളെയും പടച്ചോനെ മുസ്ലിമാക്കണം. അതിനാണല്ലോ മഹല്ല്, അതിനാണല്ലോ സംഘടന, അതിനാണല്ലോ കൂട്ടായ്മ. ആ വിഷയത്തിൽ നമ്മളെ നിലപാടെന്താരങ്ങൾ? നമ്മൾ വളരുകയാണോ തളരുകയാണോ? വളരുകയാണോ വെച്ചാൽ വളരല്ല. ഇപ്പോൾ പള്ളി, ആ പള്ളി, അവിടെ സ്ഥാപനം, ഇവിടെ സ്ഥാപനം, മുസ്ലിങ്ങൾ വളർന്ന് എവിടോ എത്തിക്കിടുന്ന. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തളരുകയാണ്. ഏതേ തളർച്ചാന്ന് ഞാൻ കാണിച്ചു തരാം. എവിടെയെന്നറിയോ? വെള്ളിയാഴ്ച ജുമഅക്ക് ആദ്യം പള്ളിയിലെത്തിയാലുള്ള കൂലി എന്താണെന്ന് അറിയാത്ത ഒരു മഹ്ലൂക്കും, അത് ജാതി മറ്റേ സംഘടനാ വ്യത്യാസമല്ലാതെ എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച പള്ളിയിൽ ആദ്യം എത്തിയാൽ ഒരു ഒട്ടകത്തിനെ വാങ്ങിയെന്ന് പറയാൻ എളുപ്പമാണ്. എത്ര ലക്ഷം ഉറുപ്പികയാണെന്നറിയോ? എന്നിട്ട് അതിനറുത്ത് ഒരു കഷ്ണം ഇറച്ചി നമ്മൾ എടുക്കാതെ പാവങ്ങൾ കൊടുത്ത കൂലി കിട്ടും. ഈ പള്ളിയിൽ നമ്മളെ ഈ പള്ളിയിൽ ആദ്യം ജുമഅക്കാണ്ട് കയറുന്നവൻക്ക് എന്നറിയാത്ത ആരാണ് ഇവിടെ ഉള്ളത്? ആരുമില്ല. എന്നിട്ട് നമ്മളെപ്പോഴാണ് പോകല്? ആലോചിച്ച് നോക്ക്. അറിയിട്ടാ? അറിവ് ഈമാനല്ലല്ലോ, അറിവ് ഈമാനല്ലോ. അങ്ങനെ തെറ്റിദ്ധരിച്ചു നമ്മൾ. അറിവ് കൂടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഈമാനാണെന്ന്. അല്ല, അറിവ് എപ്പോഴാണ് ഈമാനാകുന്നറിയോ? പ്രവർത്തനത്തിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പോലപ്പോഴാ അതെന്തേ നേരം വൈകിയത്? എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു പള്ളിയിൽ കുത്തുബ തുടങ്ങുമ്പോൾ ഒരു വലിയ ആൾ, തീരാൻ കാലത്ത് പള്ളി നിറച്ചു ആള്. ജുമഅ കഴിഞ്ഞ ആൾ സെക്രട്ടറി പറഞ്ഞ് ആരും പോകരുത്, ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് മഗ്‌രിബിന് ശേഷം കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, ജനറൽ ബോഡി എല്ലാവരും വരണം. എന്താണ് ഇത്ര അർജൻറ്റായിട്ട്? കണ്ടില്ലേ, ജുമഅ തുടങ്ങുമ്പോൾ ഒരു സഫ് ആളേ ഉള്ളൂ. ഇപ്പം അതാ ഹൗദിൻ്റെ അടുക്ക ആളാ. ഇവരൊക്കെ ജുമഅക്ക് ഇമാമ് മിമ്പർമൽ കയറി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൻ്റെ മുമ്പ് പള്ളിയിലെത്തണം. ഓരെത്തിക്കാൻ എന്താ വഴി എന്നാലോചിക്കാൻ ഒരു മീറ്റിംഗ് ആണെന്ന്. മേത്ത് പിടിക്കാത്ത മീറ്റിംഗ് ആണെന്നുണ്ട്. എല്ലാവരും ഭയങ്കര ആളിനെയാണ്. പിന്നെ നമ്മളെ അഭിപ്രായം പറയാൻ പിന്നെ നമ്മളെ മാതിരി സമർത്ഥന്മാർ ലോകത്ത് എവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഓനെ കാണൂലെന്നേ ഉള്ളൂ. എല്ലാവരും പല അഭിപ്രായം പറഞ്ഞു, ആർക്കും ഒരു പിടുത്തം കിട്ടിയില്ല. അവസാനം പ്രസംഗിച്ച ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നമ്മൾ ആവശ്യം ഈ പള്ളിയിൽ ജുമഅക്ക് വരുന്ന ആളുകൾ, ഇമാം ഏറ്റവും ചുരുങ്ങിയത് ഇമാമ് മിമ്പർമേർ കേണ്ട മുമ്പെങ്കിലും പള്ളിയിലെത്തണം.
അങ്ങനെ ഓരോ എത്തിക്കാൻ വല്ല വയ്യും എനിക്കുണ്ടെങ്കിൽ പറഞ്ഞു, അതാണ് ഇപ്പം മീറ്റിംഗ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു വയ്യ പറഞ്ഞുതരാം. എന്താണ്? എന്നെ ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിക്കുന്ന പ്രശ്നമല്ലല്ലോ, സംഗതി പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മളെ ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നുണ്ട് ഖുതുബയിൽ, സഹോദരന്മാരെ ഏതായാലും നിങ്ങൾ തുണിപ്പായി മാറ്റി വരികയാണ്, നേരത്തെ വരി, എന്നാൽ ഒരു ഒട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി പരലോകത്ത് കിട്ടും അയാളോട് ഉണ്ടാക്കാൻ പറയും. അതാണ് ഇപ്പോൾ അപകടം പറ്റിയത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയണ്ടെന്ന് അതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പരലോകത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ആരും അപ്പം അത് കാത്തിക്കാനോ ഇവിടെ കിട്ടുന്ന വർത്താനം പറയും. ഇവിടെ കിട്ടി എന്താ വർത്താനം? അടുത്ത വെള്ളിയാഴ്ച ജുമഅക്ക് ആദ്യം വരുന്നവർക്ക് 50,000 റുപ്യ, ജുമഅ കഴിഞ്ഞ ഉടനെ ഖത്തീബ് കൊടുക്കുന്നതാണെന്ന് ബോർഡ് എഴുതി വെച്ചാൽ ചെയ്യാൻ. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, പൊന്നാര മൊയ്തീനെ എഴുതല്ലോ, എഴുതിയാൽ ഇവിടെ എന്താ ഉണ്ടാകുക? അള്ള പറഞ്ഞപ്പം വിശ്വാസമില്ല, കമ്മിറ്റി പറഞ്ഞപ്പോഴോ വിശ്വാസമായി. വളരുകയാണോ തളരുകയാണോ? ഒരു വീട്ടിൽ ഒരു മഹലിൽ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയം എപ്പോഴാണ്? രാത്രി. അപ്പം സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാൻ ഉണ്ടാവേണ്ട വക്ത് ഏതാ? സുബഹി. ഈ പള്ളിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞിട്ടോ, മിക്കവാറും 99% പള്ളികളിലും ഏറ്റവും കുറച്ചാളുണ്ടായാലെപ്പോഴാണ്? സുബഹി. എന്തേ കാരണം? സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ടാണോ? അറിയാത്തതുകൊണ്ടല്ല, അറിവ് ഈമാനായില്ല. അറിവുണ്ട്. ഇപ്പോൾ ഒരാളോടും വർത്താനം പറയാൻ വയ്യ. ഞാനൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു എൻ്റെ പേരിങ്ങനെ ഫത്തവും കസൂടാതെ എഴുതി കൊടുത്താൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. ഇപ്പം ഞാൻ കൊലയുമെന്ന് ഹദീസ് പറഞ്ഞ അവൾ അകത്തുനിന്ന് പറയും ലൈഫാണ് കേട്ടോ, അത് പറയേണ്ട അറിയും. അറിവ് കൂടി, ഈമാൻ കൂടിയില്ല. കൂളിമാട് ടൊബാക്കോ ഫ്രീ സോണാണ്. ഇത് കണ്ട് ഞാൻ കുത്തു പറയുന്ന സ്ഥലത്ത് എനിക്കത് നടപ്പാക്കിയാൽ തർക്കമില്ലാന്ന് തോന്നി. സംസാരിച്ചപ്പോൾ എല്ലാ യുവജന സംഘടനകളും പൂർണ്ണ പിന്തുണ. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഒരു ഹിന്ദു ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സ്കൂള് LKG മുതൽ +2 വരെ 3000 ആളുകൾക്ക് ഇരിക്കാവുന്ന പന്തൽ, അവർക്കൊക്കെ ഭക്ഷണം ആ മാനേജ്മെൻറ്റ് ഫ്രീ. എന്താണെന്നറിയോ? പുകവലി വിമുക്ത ഗ്രാമാക്കണം കൂളിമാട് പോലെ. ഞാൻ എൻ്റെ മഹല്ലും എല്ലാ ജാതി മതം 3500 ആൾ പങ്കെടുത്ത ഭയങ്കര പരിപാടി. എനിക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ അറിയോ? ഒരു ഡോക്ടറെ കൊണ്ടുവന്നു പുകവലിയുടെ ദൂഷ്യം ശരിക്ക് ക്ലാസ് എടുക്കണം. ആ ക്ലാസ് എടുക്കാൻ ആളെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. വേറെയൊക്കെ കമ്മിറ്റിക്കാർ ഏറ്റെടുത്ത് 1001 കമ്മിറ്റിയാണ് വന്നത്. 3 മണിക്കൂർ സമയം LCD പ്രൊജക്ടിൻ്റെ സഹായത്തോടെ ഇയാൾ നിക്കോട്ടിൻ എന്ന വിഷം ഉള്ളിക്ക് കയറിയാൽ അന്നനാളത്തിലും ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ചിത്രസഹിതം അത് കണ്ടാൽ പിന്നെ വീടി കൈകൊണ്ട് തൊടൂല, അത്ര പേടിച്ചു പോയി. 3 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം? പണ്ട് കള്ള് ഹറാമാക്കിയപ്പോൾ സഹാബികൾ പറഞ്ഞ മാതിരി എല്ലാവരും കൈ ഇങ്ങനെ ബന്ധിച്ചിട്ട് ഡോക്ടറെ കഴിഞ്ഞ് ബീഡി വിൽക്കണ പീഡിയൻ്റെ മുന്നിൽ കൂടെ ഞങ്ങൾ പോകില്ല, ബലിക്കൽ പിന്നല്ലേ. എന്നാൽ എല്ലാവരും പേര് ഒപ്പിട്ടു ടൊബാക്കോ ഫ്രീ സോൺ. ഇതൊന്നുമല്ല ക്ലൈമാക്സ്. വയത് പറയാൻ പോണേ എനിക്കറിയാം 3 മണിക്കൂർ സംസാരിച്ചാലുള്ള കൊയക്ക് എത്രയാണ്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ കൂട്ടത്തിൽ. ഞാൻ ഡോക്ടറെ സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ എടുത്തിട്ട് അങ്ങാടി കോടി 2 ജ്യൂസ് വാങ്ങി, ആപ്പിളിൻ്റെ കുറച്ച് മുന്തിരി വാങ്ങി കഴുകി പ്ലേറ്റിലിട്ട്. ഇയാൾ 2-3 മണിക്കൂർ ക്ലാസ് എടുത്തല്ലേ, ഓടിച്ചെന്ന് ഇയാൾക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ മൂപ്പര കയ്യിൽ സിഗരറ്റ്. ആരെ കയ്യിൽ? 3 മണിക്കൂർ പുകവലിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച 3000 ചില്ലാൻ ആളെ കൊണ്ട് ഇനി ഞങ്ങൾ ബീഡി വലിക്കൂല എന്നത് ഒപ്പിടിപ്പിച്ച ഡോക്ടർ വലിച്ചൂതുക. ഞാൻ വാതിലടച്ചി, അടിക്ക് അപ്പ കിട്ടു. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഡോക്ടർക്ക് ഇൽമുണ്ട്, ഈമാനില്ല. ഈ 3500 ആൾക്ക് ഇൽമില്ല, ഈമാനുണ്ട്. നമുക്ക് ഏതാണുള്ളതെന്ന് ആലോചിച്ചാൽ എൻ്റെ സംസാരപ്പം നിർത്താം. ഇതാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ മതപരമായ ജീവിതത്തിൽ എളുപ്പമുള്ളതൊക്കെ സ്വീകരിക്കും, എളുപ്പമുള്ളത് ബുദ്ധിമുട്ടുള്ള നമ്മൾ സ്വീകരിക്കൂല. ഞാനൊരു സംഗതി പറഞ്ഞാൽ ഇങ്ങനെ ചീത്ത അറിയരുത്. തറാവീൻ്റെ റക്കഅത്ത് റമദാൻ ആയാൽ റമദാൻ പോണേ ചർച്ച 11 റക്കഅത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താണ്? റസൂൽ അങ്ങനെ നിസ്കരിച്ചത് ശരി. അപ്പോൾ എണ്ണത്തിൽ ഇങ്ങനെ ഭയങ്കര വാശി പിടിക്കൂ. അത് നല്ല റസൂൽ അങ്ങനെ നിസ്കരിച്ചോട്ടെ. പക്ഷേ അങ്ങനെ പറയുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, 11 റക്കഅത്ത് മാത്രം വാശി പിടിച്ചാൽ മതിയോ? ആ 11 റക്കഅത്ത് എത്ര സമയം ഉണ്ടായിനി? അത് നമ്മൾ വേണ്ട, എണ്ണം മതി, വണ്ണം വേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ച സമയം എത്ര കാര്യങ്ങൾ? ലികുല്ലി ഉമ്മത്തിൻ അമീൻ, എല്ലാ സമുദായത്തിനും ഓരോ വിശ്വസ്തനുണ്ട്. അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ, എൻ്റെ സമുദായത്തിലെ വിശ്വസ്തനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ്റെ വീട്ടിൽ പോയി താമസിച്ച് രാത്രി റസൂലിൻ്റെ ഇബാത്ത് പഠിക്കാൻ പോയതാ. അള്ളാഹുവിൻ്റെ റസൂല് രാത്രി 3 മണിക്ക് എണീറ്റ് ഇദ്ദേഹം എണീറ്റ്
റസൂൽ ഒതുണ്ടാക്കി, മൂപ്പരും ഒതുണ്ടാക്കി. അല്ലാഹു അക്ബർ. അദ്ദേഹം റസൂലിൻ്റെ വേക്ക് പോയി കൈ കെട്ടിയത് ഓർമ്മയുണ്ട്. പിറ്റേത് പറയാണ്, ഇയാദ്യൊരു കുടുക്കിൽ ഞാൻ കുടുങ്ങാൻ ബാക്കിയില്ല. റസൂൽ അൽബക്കറാട് തുടങ്ങി. നമ്മളെ പള്ളിയിലും തുടങ്ങൽ അൽബക്കർ തന്നെ, പക്ഷെ 10 ആയത്തിൻ്റെ അപ്പുറം പോകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അൽബക്കറ തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നാമത്തെ റക്അത്താണിത്. അൽബക്കറ തീർന്നപ്പോൾ ആലിമ്രാന്റെ മുകളിൽ കൂടെ നിസാക്ക് ചാടി. അപ്പൊ അദ്ദേഹം പറയാ, നിസാ തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ചെയ്തില്ല. നിസാ തീർന്നപ്പം ആലിമ്രാൻക്ക് വേക്കോട്ട് ചാടി. എത്ര ജുസായിപ്പോ? നമ്മളെ പള്ളിയിൽ അങ്ങനെ ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ നിസ്കാരം നടത്തിയാൽ പിന്നെ മൂത്രയിക്കാനും കൂടി കുട്ടി പള്ളി കയറൂല. മനസ്സിലാക്കണ? മനുഷ്യനെ കൊല്ലുന്ന നിസ്കാരമാണ് അയാൾ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് നമുക്ക് സൗകര്യങ്ങൾ എടുത്താൽ പോരല്ലോ. പണ്ടൊരു വാപ്പ സക്കറാത്ത് കിടന്ന കഥ പറയലുണ്ട്. തലച്ചോറ് ചുരുങ്ങണ രോഗം 5 ദിവസമേ ജീവിച്ചിരിക്കുള്ളൂ. മറ്റന്നാള് ബാപ്പൻ്റെ അവസാനത്തെ ദിവസം, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ല, കുട്ടികളൊക്കെ ഇടകിലിട്ട് വന്ന് കണ്ടോട്ടെ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ വാപ്പ ഇനി 2 ദിവസം കൂടി എല്ലാം ഉണ്ടാവുള്ളൂ. വീട്ടിലെല്ലാ മക്കളും കുട്ടികളും വന്ന് വാപ്പൻ്റെ കട്ടിൽ, വാപ്പ ഇവരൊന്നും അറിയില്ല. വാപ്പ നല്ല ചിരിയും കളിയായിട്ട് അങ്ങനെ മരിക്കണേൻ്റെ 1/2 മണിക്കൂർ മുമ്പ് ഇയാൾ വസിയത്ത് പറയാം. അപ്പോൾ മൂത്ത മോൻ പെന്നും കള്ളാസുമായിട്ട് കാത്തുനിന്ന്, കാരണം അത് മറന്നു പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു 10-13 ആളെ പേര് പറഞ്ഞ് വാപ്പ പറയാം. ഓരോരുത്തർക്കും 20-25,000 രൂപ കൊടുക്കാനുള്ള കഥയെ പറഞ്ഞു. അപ്പോൾ മൂത്തവന് മനസ്സിലായി ഇത് എഴുതിയാൽ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു, വാപ്പ ഇപ്പോൾ ഒരു അന്തം ഇല്ല, മനുഷ്യന് അന്തല്ല, ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ എന്താ അങ്ങനെ ആടെ കൊടുക്കാണ്ട് ഒന്നും കൊടുക്കാണ്ടായിട്ട് വല്ല അന്തല്ലാതെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് വാപ്പ പറഞ്ഞ് ഉസ്മാനാജി 1.5 ലക്ഷം തരാണ്ട് കേട്ടോ. അപ്പം പറയാം, ചില സമയത്തൊരു തെളിവാ. എന്താ കാരണം? ഇങ്ങോട്ട് കിട്ടാനുള്ളത് പറഞ്ഞപ്പോൾ തെളിവ്, ആട്ട് കൊടുക്കാനുള്ളത് പറഞ്ഞപ്പോൾ അന്തല്ലായ്യ. ഇത് മതജീവിതത്തിലുണ്ടെന്ന്. ഖുർആൻ ഓതാനാവൂല, തഹജ്ജുദ് നിസ്കരിക്കാനാവൂല, ജമാഅത്തിന് പങ്കെടുക്കാനാവൂല, ദീനി ദഅവത്ത് ഖുർആൻ ക്ലാസ് ഉണ്ട്, നോക്കട്ടെ എന്നാ. ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, പേര് നോക്കട്ടെ എന്നാ. ആദ്യം ഇരിക്കാൻ തല ഉണ്ടാവൂല. പിന്നെ ഞാൻ നിലമ്പൂർ ഒരു ക്ലാസ് തുടങ്ങി, 125 സ്ത്രീകൾ. ഞാൻ തന്നെ ബേജാറായിപ്പോയി. സംഘാടകരും വിചാരിച്ചില്ല അങ്ങനെ വരുമെന്ന്. എനിക്ക് മദ്രസയ്ക്ക് കയറാൻ വയ്യ, പെണ്ണുങ്ങളെ ഞാൻ പുറത്തുനിന്ന് ക്ലാസ് എടുത്ത്. അന്നത്തെ ക്ലാസ് ഞാൻ ഒരു വിധം ഒരു ആമുഖമൊക്കെ പറഞ്ഞ് വേഗം ബസ് കയറി കുത്തിയിരുന്നു. കാരണം എന്താ അറിയോ, ഇങ്ങനെ എത്ര പെണ്ണുങ്ങളെ ഞാനും കണ്ടില്ല. അത്ര യാത്രക്കാരൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ യാത്രയിൽ പ്രാർത്ഥിച്ച്, പടച്ചോനെ അടുത്ത ക്ലാസ്സിൽ ഒരു 10 ആൾ കുറഞ്ഞോട്ടെ. കാരണം ഓല് വരുന്നത് ജയിച്ചതായിട്ടല്ല, കുത്തിരിക്കാൻ തന്നെ ഇവിടെ ഓൽക്ക് നമ്മൾ വേറെ ക്ലാസ് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഒരു 10 ആൾ അടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്യണം, കുറക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ച്. പക്ഷേ ഞാൻ വിചാരിച്ച കുഴപ്പത്തിലല്ല. എല്ലാ ആഴ്ചയും 10 കുറഞ്ഞു. അങ്ങനെ 5-8 ആഴ്ച കഴിഞ്ഞപ്പം മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും. എന്താ കാരണം? നിലനിൽക്കൂലാന്ന്. പിന്നെ ഒരിക്കൽ പെരിന്തൽമണ്ണെന്ന് ക്ലാസ് കഴിഞ്ഞ് കൊണ്ടോട്ടിക്ക് ബസ് കയറുകയാണ്. ബസ്സിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ വേക്കിന് തോണ്ടി നോക്കി, നിങ്ങൾ ഇന്നെ അറിയില്ലേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, എനിക്ക് ബേജാറായിപ്പോയി. ഞാനറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. ബസ്സിൽ കണ്ടക്ടർ ഒരു നോട്ടം, 2 നിസ്കാരത്താകുമ്പോൾ ഒരു താടിയുണ്ട്, ഇയാൾക്ക് ഇതാ പണി, ബസ്സർത്ത് എനിക്കറിയില്ല. അവസാനം ഈ പെണ്ണ് പറഞ്ഞ്, നിലമ്പൂർ നിങ്ങൾ തുടങ്ങിയ ഖുർആൻ ക്ലാസ്സില്ല, എന്നാൽ ആദ്യം പറഞ്ഞൂടെ എനിക്ക് വെച്ചു. പക്ഷെ നല്ല തന്നെ ബേജാറിൽ നിൽക്കുക. ഈ പെണ്ണുമാണിവൻ കത്തിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്തേ വരാഞ്ഞെന്ന് വെച്ച്. അതിന് ഒന്നാമത് സമയമല്ല. അപ്പോൾ രണ്ടാമതും സമയമില്ല. ഈ ഒന്നാമത് സമയമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. രണ്ടാമത് വേറെന്തോ ആണെന്ന്. എന്നിട്ട് ഓളെ എങ്ങോട്ടാ പോണത്? വളരെ ദൂരമുള്ള കല്യാണത്തിന് പോകാൻ സമയമുണ്ട്. ഓളെ വീടും പള്ളിയും ഒരു ചുമൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ വരാൻ നമുക്ക് സമയമില്ല. സഹോദരന്മാരെ, മതജീവിതം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണേ. മഹല്ലുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? മഹല്ല് വെളിച്ച ക്ലാസ്സിൽ നമ്മൾ വരണ്ടേ? ഈ സംവിധാനം, ഈ കൂട്ടുകാർ, ഈ നേതാക്കന്മാർ നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? സ്വഹാബികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഊഴം വെച്ച് ദീൻ പഠിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു എന്നും പണിക്കോയാൽ വീട്ടിലെ കാര്യം ഖുർആൻ പഠിക്കാൻ കഴിയോ? എല്ലാവരും ഒരു ഖുർആൻ പഠിക്കാൻ പോയാൽ വീട്ടിലെ കാര്യം നടക്കുമോ? എങ്ങനെ അവർ യോജിപ്പിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹും അയൽവാസിയായ മുസ്ലിം തമ്മിൽ കരാറുണ്ടാക്കി. എന്താണ്? ഒരു ദിവസം അയാൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ പോവുക, ഉമർ റളിയല്ലാഹു അൻഹു പണിക്കുക. വൈകുന്നേരം വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയ പൈസേൻ്റെ പകുതി ഇയാൾക്ക് കൊടുക്കുക. അന്ന് പഠിപ്പിച്ച കാര്യം അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുക. പിറ്റേ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ എടുക്കൽ പോവുക, ഇദ്ദേഹം പണിക്കുക. ഇങ്ങനെ ദീൻ പഠിച്ചോല. മഹല്ലിന് സംവിധാനം ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ. അത് ഉപയോഗപ്പെടുത്തേണ്ടതാരാ? മഹല്ല് നിവാസികളാണ്. അപ്പം വ്യക്തി ജീവിതത്തിൽ ദീൻ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ മഹല്ലിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കപ്പെടണം. ഞാൻ ഇനി കൂടുതൽ പറയണില്ല. നമുക്ക് അള്ളാഹിനോടൊരു ബാധ്യത ഉണ്ട്, വേദഗ്രന്ഥത്തോട് 7 ബാധ്യത ഉണ്ട് സഹോദരന്മാരെ, ഖുർആനോട്. 1, അത് കേൾക്കണം, ഇസ്തിമാൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2, ഖിറാഅത്ത് ഓതണം.
നിങ്ങൾക്കറിയാം, ഖുർആനെ പോലെ അവഗണിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥം ദുനിയാവിലില്ല. ഒരു മഹലിൽ 500 ആളുണ്ട് നിൽക്കുക, 100 വീട്, ഒരു വീട്ടിൽ 5 ആള്, എല്ലാവരും നമ്മൾ ഇങ്ങനെ വിളിച്ചിരുത്തുക. എന്നിട്ട് നിങ്ങൾ ഖുർആൻ ഒരു പേജ് എടുത്തിട്ട് ഒരു പേജ് തജ്വീദിൻ്റെ എല്ലാ നിയമവും പാലിച്ച് മൈക്കിൻ്റെ മുമ്പ് നിന്ന് ഓതാൻ പറഞ്ഞാൽ, ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, ഈ 500 ആളിൽ എത്ര ആൾക്ക് സാധിക്കും? അള്ളാന്റെ വേദഗ്രന്ഥേ നോക്കി ഓതാൻ ഓരോ വരിയിലുമുള്ള തജ്വീദിന്റെ നിയമം ഞാൻ പറയണം. ഇവിടെ ഇൽഹാറാണ്, ഇവിടെ ഇഖ്ലാബാണ്, ഇദ്ഗാമും ബി ഗുന്നയാണ്, ഇവിടെ മദ് ലീനാണ് എന്ന് ഓരോ ആയത്തിലെയും നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പേജ് ഓതാൻ പറഞ്ഞാൽ ഈ 500 ആളിൽ എത്ര ആൾക്ക് സാധിക്കും? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ ഡിഗ്രി ഉണ്ട് സഹോദരന്മാരെ നമ്മളെ മക്കളെ പേരിൻ്റെ നേരെ? എന്തെല്ലാം യോഗ്യത ഉണ്ട് നമുക്ക്? പക്ഷേ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നോക്കി ഓതാൻ അറിയാത്ത മുസ്ലിങ്ങളില്ലേ? ഇല്ലേ? അതിന് സംവിധാനം ഒരുക്കേണ്ടത് മഹല്ലാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടത് വിശ്വാസികളായ മഹല്ല് നിവാസികളാണ്. എത്രത്തോളം ശ്രദ്ധിക്കുന്നു? ഈ പള്ളിയിൽ നല്ലൊരു ഇമാം ഉണ്ടല്ലോ, ആരെങ്കിലും പോയിട്ട് പറഞ്ഞോ, നിങ്ങൾ എൻ്റെ ഫാത്തി ഒന്ന് കേൾക്കി, തെറ്റുണ്ടോ നോക്കുമോ? നമ്മളെ വീട്ടിൽ അൽഫിത്ര പഠിച്ച, ഹെവൻസിൽ പഠിച്ച, നമ്മളെക്കാൾ ഖുർആൻ ഓതാനാടുന്ന കുട്ടികളുണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും മോനെ പേരക്കുട്ടിയായിരിക്കും, ചെറിയ കുട്ടിയേക്കും, വലിയാപ്പൊന്ന് ഫാത്തി ഓതി തരട്ടോ, അതിൽ തെറ്റുണ്ടോ നോക്കുക മോള് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേൾക്കണം, ഓതണം, മനപ്പാടമാക്കണം, അർത്ഥം പഠിക്കണം. അതിനാളെ കിട്ടണ്ടേ? അർത്ഥം പഠിക്കുക, അതനുസരിച്ച് ജീവിക്കണം. പരിശോധിക്കുക, എവിടെ നമ്മളുള്ളത്? ഖുർആൻ നമ്മൾ തമ്മിൽ ഏത് വിഷയത്തിലാണ് സഹോദരന്മാരെ? ഖുർആൻ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം. കേൾക്കണം, ഓതണം, മനപ്പാടാക്കണം, അർത്ഥം പഠിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം, സംരക്ഷിക്കണം. ഖബറിൽ വെച്ച് വമാ ഇമാമുക്ക, നിന്റെ ഇമാം എന്താന്ന് ചോദിക്കുക. എന്താന്നാ ചോദിക്കുക? സാധനത്തിന്റെ പേരാ പറയേണ്ടത്. ആരാന്ന് വെച്ചാൽ ഒരാളെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ചോദിക്കൽ എന്താന്നാ? ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് ഇമാം എവിടെ നിൽക്കല്? മുമ്പിൽ. എന്തിനാ? മൂപ്പര് ചെയ്യും പോലെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഖുർആൻ ഇമാമാകുന്ന എന്താ? നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്വഭാവം, നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മതപരമായ എല്ലാ കാര്യങ്ങളും ഖുർആൻ അനുസരിച്ചാവണം. അതാ ഖുർആൻ ഇമാമ. അതിലെന്താ ഉള്ളതെന്ന് പഠിക്കണ്ടേ? അതിലെന്താന്ന് പഠിക്കണ്ടേ? അപ്പം ഖുർആൻ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? എങ്കിൽ ജീവിക്കുന്ന അങ്ങനെ ആണെങ്കിലേ വമാ ഇമാമുക്കാന്ന് ഖബർന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇമാമ് ഖുർആനാന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മഹല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിയെയും ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തിയെടുക്കാൻ മഹല്ല് സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം.